നമസ്കാരം, ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഹ്യൂമൻ കൊറിഡോർ എന്ന സംരംഭത്തിന്റെ ഭാഗമായി പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നിന്ന് 19 അഫ്ഗാൻ അഭയാർത്ഥികൾ റോമിലെ ഫിയുമിസിനോ വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നു. അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനമായ കാബൂളിന്റെ പതനത്തിനും അന്താരാഷ്ട്ര സംഘട്ടനത്തിനും ശേഷം അയൽ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്ത നിരവധി അഫ്ഗാനികളെ ഇതുവരെ പുനരധിവസിപ്പിച്ചിട്ടില്ല. ആഗോളതലത്തിൽ ഇവർ വളരെ അവഗണന നേരിടുന്നതുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഇവരെ സുരക്ഷിതമായി മാറ്റിപ്പാർപ്പിക്കുന്നത്. ഹ്യൂമൻ കൊറിഡോർ വഴി 8500-ലധികം അഭയാർത്ഥികളെ യൂറോപ്പിൽ സുരക്ഷിതമായി എത്തിച്ചേരുവാൻ സഹായിച്ചിട്ടുണ്ട്. അൽമായ സംഘടനയായ സാൻ എൻഡിജിയോ കമ്മ്യൂണിറ്റി ഇവർക്ക് തുടർന്നും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2025 യുവജന ജൂബിലി ആഘോഷത്തിൽ പങ്കുചേർന്ന 6000-ലധികം യുവതി-യുവാക്കൾ. മെക്സിക്കോയിലെ എക്ലസിയൽ പ്രവിശ്യ സംഘടിപ്പിച്ച ജൂബിലി ആഘോഷത്തിൽ നിരവധി രൂപതകൾ പങ്കുചേർന്നു. ജൂലൈ 6-നായിരുന്നു പരിപാടി. ചടങ്ങിൽ നിരവധി ബിഷപ്പുമാർ പങ്കെടുത്തു. ബിഷപ്പ് അൾഡോഫോ മിഗ്വൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആരാധനാക്രമ പരിപാടികൾക്ക് പുറമെ യുവതി-യുവാക്കൾ കായിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്ത്യാനികൾ, ഡിജിറ്റൽ സുവിശേഷവൽക്കരണം, വിശ്വാസം, സാമൂഹിക പ്രതിബദ്ധത, ദൈവവിളി തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് പ്രഭാഷണങ്ങളും വർക്ക്ഷോപ്പുകളും നടത്തുകയും ചെയ്തു. യൂറോപ്യൻ യൂണിയനിലെ ബിഷപ്പ് കോൺഫറൻസുകളുടെ കമ്മീഷൻ യുവജനങ്ങൾക്ക് പ്രസക്തമായ നയങ്ങളെക്കുറിച്ച് കമ്മീഷനെ ഉപദേശിക്കുന്നതിനായി യൂത്ത് അഡ്വൈസറി കൗൺസിൽ ആരംഭിച്ചു. യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളുടെ ദേശീയ യുവജന കൗൺസിലുകളിൽ നിന്നും യൂറോപ്യൻ യൂത്ത് ഫോറത്തിൽ നിന്നുമുള്ള 28 പ്രതിനിധികൾ ഉൾപ്പെടുന്നതാണ് കൗൺസിൽ. യുവജന പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുള്ള തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായി യൂത്ത് പ്ലാറ്റ്ഫോമിലെ അംഗങ്ങൾ യൂത്ത് കൾച്ചർ സ്പോർട്സ് കമ്മീഷണർ ഗ്ലെൻ മിക്കല്ലഫിന് ഒരു തുറന്ന കത്തും സമർപ്പിച്ചു. യൂറോപ്യൻ യൂണിയൻ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അർത്ഥവത്തായ പങ്ക് വഹിക്കുവാൻ യുവജനങ്ങളെ പ്രാപ്തരാക്കുന്നതിനായി യൂത്ത് അഡ്വൈസറി കൗൺസിൽ നിരവധി നിർദ്ദേശങ്ങൾ കത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. KCBCയുടെ ആഭിമുഖ്യത്തിൽ 2025 സെപ്റ്റംബറിൽ നടത്തപ്പെടുന്ന 36ാമത് അഖില കേരള പ്രൊഫഷണൽ നാടക മത്സരത്തിലേക്ക് രചനകൾ ക്ഷണിക്കുന്നു. DTPയിൽ തയ്യാറാക്കിയ 3 പ്രതികളും രജിസ്ട്രേഷൻ ഫീസായി 300 രൂപയുടെ ഡ്രാഫ്റ്റോ പോസ്റ്റൽ ഓർഡറോ രചനകൾക്കൊപ്പം ഓഗസ്റ്റ് 10-ന് മുൻപായി അയക്കേണ്ടതാണ്. രചനകളുടെ 3 കോപ്പികൾ തപാലിലോ നേരിട്ടോ നൽകാവുന്നതാണെന്ന് KCBC മീഡിയ കമ്മീഷൻ സെക്രട്ടറി ഫാദർ സെബാസ്റ്റ്യൻ മിൽട്ടൺ കളപ്പുരയ്ക്കൽ അറിയിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പ സ്ഥാപിച്ചതും ഈ വർഷം ജൂലൈ 27-ന് ആഘോഷിക്കുന്നതുമായ ലോക വയോജന ദിനത്തോടനുബന്ധിച്ച് വയോജനങ്ങൾക്ക് പ്രത്യാശയുടെ സന്ദേശം നൽകി ലയോ 14 മാർപ്പാപ്പ. നമ്മുടെ പ്രായം എന്തു തന്നെയായാലും പ്രത്യാശ സന്തോഷത്തിന്റെ സ്ഥിരമായ ഉറവിടമാണെന്ന് പാപ്പ ഓർമ്മപ്പെടുത്തി. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ വാർദ്ധക്യം അനുഗ്രഹത്തിന്റെയും കൃപയുടെയും സമയമാണെന്നും പ്രായമായവർ തനിക്ക് പ്രത്യാശയുടെ ആദ്യ സാക്ഷികളാണെന്നും ദൈവം നമ്മെ പഠിപ്പിക്കുന്നുവെന്നും പരിശുദ്ധ പിതാവ് അഭിപ്രായപ്പെട്ടു. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.